നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ ചില മുറിവുകളെ പറ്റിയാണ്, അതായത് ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ വ്യക്തിവൈകല്യത്തിന് കാരണം തന്നെ ഈ മുറിവുകളാണ്. ഇതിൽ നിന്ന് മോചനത്തിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ വ്യക്തിവൈകല്യത്തിൻ്റെ കാരണം കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ മാനസികവും വൈകാരികവുമായ മുറിവുകളാണ്. ഈ മുറിവുകൾ നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ രക്ഷിതാക്കളും കുടുംബാംഗങ്ങളും അയൽവാസികളും സഹപ്രവർത്തകരും അധ്യാപകരുമൊക്കെയാണ്. ഈ മുറിവ് സമ്മാനിച്ചവർ ഒരിക്കലും അറിയുന്നില്ല അവർ കൊടുത്തത് മുറിവുകളായിരുന്നു എന്നതും അവർ ചെയ്തത് തെറ്റായിരുന്നു എന്നതും. അവർ കരുതുന്നത് അടികൊടുത്തും വഴക്കു പറഞ്ഞും ശാസിച്ചും കാർക്കശ്യമായ സ്വഭാവത്തിലൂടെ കുട്ടിയെ നിയന്ത്രിക്കാം എന്നാണ്. എന്നാൽ ഇത് കുട്ടിക്കുണ്ടാക്കുന്ന മാനസിക ആഘാതത്തിൻ്റെ വലിപ്പത്തെപ്പറ്റിയോ അത് ഭാവിയിൽ ഉണ്ടാക്കുന്ന വ്യക്തിവൈകല്യത്തെപ്പറ്റിയോ ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ അറിയാതെ പോകുന്നു. ഇങ്ങനെ തലമുറകളായി കുഞ്ഞുങ്ങൾ മുറിവേൽക്കപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മുറിവുകൾ കുഞ്ഞിൻ്റെ ഉള്ളിൽ വ്യക്തിവൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു. കുഞ്ഞൊന്നുകിൽ വിചാരിക്കുന്നത് ഞാനൊരു വൃത്തികെട്ടവനാണെന്നാണ്. എന്നിട്ട് കുഞ്ഞ് സ്വയം വെറുക്കുകയും ജീവിതം നശിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നു. കുഞ്ഞ് അടുത്തതായി ചിന്തിക്കുന്നത് ഞാൻ വളരെ നല്ലവനാണ്, ഞാൻ ദയാശീലനാണ്, എനിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് എന്നൊക്കെയാണ്. ഇത് രണ്ടും കുഞ്ഞിൻ്റെ മാനസികമായി ഏൽപ്പിക്കപ്പെട്ട മുറിവിൻ്റെ ഭാഗങ്ങളാണ്. ഇത് രണ്ടും വ്യക്തിവൈകല്യങ്ങളുമാണ്. ഒരാൾ അഡിക്ഷനിലേക്ക് പോകുന്നു, മറ്റേയാൾ താൻ കേമനാണ്, തന്നേക്കാൾ അറിവുള്ളതായി ആരുമില്ല, ഈ ലോകത്തെ എല്ലാ അറിവുകളും എനിക്ക് സ്വന്തമാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ മാത്രമാണ് ശരി എന്നൊക്കെ കരുതുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നന്നാക്കാൻ ഇയാൾ ഇറങ്ങിപ്പുറപ്പെടുന്നു. ഇയാളും അപകടകാരിയാണ്. ഇയാൾ കടുത്ത മാനസിക പ്രശ്നത്തിലും മാനസിക സമ്മർദ്ദത്തിലുമാണുള്ളത്. എന്നാൽ അതിനെപ്പറ്റി അയാൾക്ക് യാതൊരു അറിവുമില്ല. അയാൾ വിഭ്രാന്തിയിലാണ് ജീവിക്കുന്നത്. അയാളുടെ ഉള്ളിൽ ആശ്വാസമോ സമാധാനമോ ശാന്തിയോ സന്തോഷമോ ഇല്ല. അയാൾ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാകാം, അറിവിൻ്റെ കാര്യത്തിൽ പാണ്ഡിത്യവും നേടിയിട്ടുണ്ടാകാം, ചിലപ്പോൾ ഒരു കോടീശ്വരനുമാകാം. എന്നാലും അയാൾക്ക് സന്തോഷിക്കാൻ കഴിയില്ല. കാരണം ഇതും ഒരു വ്യക്തിവൈകല്യമാണ്. ഈ വ്യക്തിവൈകല്യം ഉടലെടുത്തത് ചെറിയ പ്രായത്തിലാണ്. ഇങ്ങനെയുള്ള രക്ഷകർത്താക്കൾ വീണ്ടും ഇതേ സ്വഭാവ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. പലതരത്തിലുള്ള മുറിവുകളാണ് ഈ രക്ഷകർത്താക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള രക്ഷകർത്താക്കളെ നമ്മൾ പറയുന്നത് ക്രിട്ടിക്കൽ പേരൻസ് എന്നാണ്. ഒരു കുഞ്ഞിന് വേണ്ടത് സ്നേഹം, അംഗീകാരം ഇവയാണ്. ഇത് രണ്ടും ആ കുഞ്ഞിന് കിട്ടേണ്ട പ്രായത്തിൽ കിട്ടണമെങ്കിൽ മാതാപിതാക്കൾ നല്ല മാനസിക ആരോഗ്യമുള്ളവരായിരിക്കണം. മാതാപിതാക്കൾക്ക് മാനസികമായ ആരോഗ്യമില്ലെങ്കിൽ എന്നുവെച്ചാൽ അവർക്ക് വ്യക്തിവൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മാതാപിതാക്കളിൽ ഒരാൾ വിഷാദം എന്ന് പറയുന്ന അവസ്ഥയും മറ്റേയാൾ വിഭ്രാന്തി എന്ന അവസ്ഥയിലുമാണെങ്കിൽ അവരുടെ കുട്ടി ഒരിക്കലും ആരോഗ്യകരമായ മാനസിക അവസ്ഥയിൽ വളരുകയില്ല. അതേപോലെ തന്നെ മാതാപിതാക്കളിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ, അവർക്ക് ജീവിതത്തിനെപ്പറ്റി പ്രതീക്ഷകളൊന്നുമില്ലെങ്കിൽ അവരുടെ കുട്ടികളും നല്ല മാനസിക ആരോഗ്യത്തിൽ വളരുകയില്ല. കുഞ്ഞിൻ്റെ മാനസിക വൈകാരിക വളർച്ചയിൽ മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. നമ്മുടെയൊക്കെ വ്യക്തിവൈകല്യത്തിൽ വിഷാദത്തിൻ്റെ തോത് കൂടിയോ കുറഞ്ഞോ ഇരിക്കാം. ചിലപ്പോൾ മാസത്തിൽ ഡോക്ടറെ കാണിക്കുന്ന അവസ്ഥയോ, ചിലപ്പോൾ ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥയോ, അല്ലെങ്കിൽ ഡിപ്രഷനാണെന്ന് മനസ്സിലാകാതെ സ്വയം പീഡിപ്പിച്ച് ജീവിക്കുന്ന അവസ്ഥയോ ആകാം. ഇനിയും വിഭ്രാന്തിയാണെങ്കിൽ അതിലും കൂടിയും കുറഞ്ഞ തോതുകളാണുള്ളത്. ചെറിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും ദേഷ്യപ്പെടലുകളും ചിലപ്പോൾ ശാരീരിക ഉപദ്രവങ്ങളും വൈകാരിക ഉപദ്രവങ്ങളും വരെ എത്തി നിൽക്കാം. ഇവിടെയും തോത് കൂടിയും കുറഞ്ഞും നിൽക്കും. ഇനി ചിലപ്പോൾ നമ്മൾ വിഷാദം, വിഭ്രാന്തി, അഡിക്ഷൻ ഈ 3 അവസ്ഥയിൽ കൂടിയും കടന്നു പോകാം. എന്തായാലും നമ്മളുടെ വ്യക്തിവൈകല്യം നമ്മുടെ കുട്ടിക്കാലം നമുക്ക് സമ്മാനിച്ചതാണ്. നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ലഭിച്ച ആന്തരിക മുറിവുകളുടെ പരിണിത ഫലമാണ്. ഈ മുറിവുകളെ സുഖപ്പെടുത്താൻ, ഈ മുറിവുകളെ കണ്ടെത്താൻ, ഇതിൻ്റെ കാരണങ്ങളെ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ നിങ്ങൾക്കും കൂടാം. നന്ദി.